ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെ, നമ്മുടെ രേവതിയുടെ മുന്നിൽ വെച്ച് ഭയങ്കര കെട്ടിപ്പിടുത്തമൊക്കെ ആയിട്ട് ആമിയും സച്ചിയും കൂടെ ഇങ്ങനെ നിൽക്കുക. കെട്ടിപ്പിടിച്ച് എടി ആമി എന്നാണ്ടൊരു വിശേഷം എന്നൊക്കെ ചോദിച്ച് വിളിച്ചെടുത്തൊക്കെ കൊണ്ടുവരുത്തി രണ്ടുപേരും ഭയങ്കര സംസാരം. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നാലും നിനക്കെന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായല്ലോടാ, അതാണ് നീയും ഞാനും എന്നൊക്കെ ആമി ഇരുന്ന് പറയുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുക രേവതി. ഞാനത് മറന്നു എന്നും പറഞ്ഞു ഓടിച്ചെന്ന് നമ്മുടെ രേവതിയോട് ഇതെൻ്റെ വൈഫ് രേവതി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും ആമിക്ക്. അപ്പോൾ കുട്ടിയെ കണ്ടപ്പോഴേ മനസ്സിലായി എന്ന് പറയുമ്പോൾ രേവതി ഇത് ആമി എൻ്റെ അപ്പോൾ വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം, സമയമുണ്ടല്ലോ, എവിടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി വിളിക്കുമ്പോൾ പോയി നോക്കാവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി സച്ചിയെ പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് വെള്ളമായിട്ട് നമ്മുടെ വർഷത ഇറങ്ങി വരുന്നത്. വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടോ, താങ്ക്സ് എന്നും പറഞ്ഞ് ആ വെള്ളം മേടിച്ചുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പം ഞാനിപ്പോൾ വരാവേന്ന് പറഞ്ഞ് സച്ചി വർഷയുടെ മുന്നിലൂടെ ഇങ്ങ് ഓടിപ്പോയി കേട്ടോ. അപ്പോഴേക്കും വർഷ വന്നിട്ട് ചേച്ചിക്ക് കൊണ്ടുവന്ന് ജ്യൂസാ വെള്ളപ്പാറ്റോ കൊണ്ടുപോയി. അല്ല ആരാ അത് എന്ന് വർഷ ചോദിച്ചു. ആമയോ ആമയൊന്നും അല്ല, ആമി. ആമിയോ അതാരാ, നീ ഒന്ന് എന്നെ അകത്തേക്ക് കൊണ്ടുപോകെ. ശരിയെന്ന് പറഞ്ഞു വേഗം തന്നെ വർഷ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അകത്ത് എന്നാൽ ജ്യൂസൊക്കെ കുടിച്ച് മൊത്തത്തിൽ വീടൊക്കെ നോക്കി ആമി ഇങ്ങനെ നിൽക്കുക. സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ദാടാ നീ കുടിക്കണമെന്ന് പറഞ്ഞ് കുടിച്ചതിൻ്റെ ബാക്കി സച്ചിക്ക് കൊടുക്കുമ്പം ദാ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ആമി കുടിച്ചതിൻ്റെ ബാക്കി മേടിച്ച് കുടിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും രേവതിയുടെ കണ്ണ് തള്ളിപ്പോയി. ഏട്ടാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്ത് വന്നപ്പം ഇതാരാ സെർവൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക. അപ്പോൾ ഉത്തരേന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ഇഷ്ടംപോലെ യുവാക്കൾ ജോലി തേടി കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനോട് വന്നിട്ട് ഹിന്ദിയിലൊക്കെ സംസാരിക്കുക. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അത് പിന്നെ അപ്പോൾ വർഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, രേവതിക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അയ്യോ ആമി ഇവൻ ഹിന്ദിക്കാരനല്ലേ, എൻ്റെ അനിയൻ ശ്രീകാന്ത് ആണെന്ന് സച്ചി പറഞ്ഞു. നീ അവനെ മറന്നുപോയോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അയ്യോ എടാ എൻ്റെ ദൈവമേ, സോറി 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 ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കണ്ടതല്ലേ, അത് മാത്രമല്ല ഇങ്ങനെ അടുക്കളയിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. സോറി ശ്രീകാന്ത് പ്ലീസ് സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, അപ്പോൾ സോറി ഒന്നും പറയണ്ട, അവൻ്റെ ജോലി തന്നെയാണ് കുക്കിംഗ് ഷെഫ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ നീ പോടാ അവിടെ നിന്ന് നമ്മുടെ ആമി അങ്ങ് പറഞ്ഞു. ആരാ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടപ്പോഴത്തേക്ക് രവിയേട്ടൻ ഇറങ്ങി വന്നു. എന്താടാ? അപ്പോൾ അച്ഛാ ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു ആമി നമ്മുടെ രവിയേട്ടനോട്. ആരാ മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണടയാക്കി ഊരി. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ അങ്കിളെ, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് രവേട്ടൻ പറഞ്ഞു. എടാ സച്ചി ഇത് ആരാടാ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നാ ഞാനൊരു ക്ലൂ തരാമെന്ന് ആമി പറഞ്ഞു. എന്നാ ക്ലൂ തരാൻ പറഞ്ഞു അച്ഛൻ. പണ്ട് 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 കുട്ടിക്കാലത്ത് നമ്മൾ ഡോക്ടറും രോഗിയും കളിക്കുമായിരുന്നു. അങ്കിൾ ഒരു രോഗിയും ഞാൻ ഡോക്ടറും ആയിരുന്നു എന്ന് പറയുമ്പം അല്ല ഈ ഡോക്ടർ രോഗിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അല്ല ഒരു ദിവസം ഞാനൊരു ഈർക്കിളി എടുത്ത് അങ്കിളിൻ്റെ പിൻഭാഗത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഓർക്കുന്നുണ്ടോ? അപ്പോഴച്ഛൻ ഇങ്ങനെ നിന്ന് ആലോചിക്കും ആരാ ഏതാന്നൊക്കെ. ചേടാ അന്ന് ഇൻഫെക്ഷനായിട്ട് അങ്കിൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് മനസ്സിലായി ആമി. അപ്പോൾ ഈ ദിവസം എന്നും പറഞ്ഞത് നമ്മുടെ അച്ഛനെയും കെട്ടിപ്പിടിക്കുക വെച്ച്. കണ്ടോടാ അച്ഛൻ എന്നെ മനസ്സിലായത് കണ്ടോടാ സച്ചി എന്ന് പറഞ്ഞു സച്ചിയുടെ കയ്യെ തൂങ്ങും ആമി. അല്ല എത്ര വർഷമായി ആമിയെ കണ്ടിട്ട് ഒന്ന് വിളിക്ക് പോലും ചെയ്യാറില്ലല്ലോ. അല്ല ആമി ഇപ്പം കാനഡയിലല്ലേ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. ഇവരെല്ലാവരും നോക്കുക. പിന്നെ മോളെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ച് ഒരു ദിവസം മോളുടെ വല്യമ്മയെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരാ പറഞ്ഞത് മോൾ കാനഡയിലാണെന്നുള്ള കാര്യം. അല്ല മോളെപ്പോഴാണ് വന്നേന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പം വന്നിട്ടൊരു 3-4 ദിവസം ആയെന്ന് പറഞ്ഞു. മോൾക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നിയല്ലോ, ഞങ്ങൾക്ക് മറക്കാത്തതിൽ സന്തോഷമുണ്ട് അല്ലേടെ സച്ചി എന്ന് അച്ഛൻ പറയുമ്പോൾ അങ്കിളിന് എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എന്നാലും അന്നത്തെ ഒരു കൊത്ത് എന്ന് അച്ഛൻ ഇങ്ങനെ പറയണു. അപ്പോൾ പ്രശ്നക്കാരിയല്ല എന്ന് വർഷയ്ക്കും രേവതിക്കും മനസ്സിലായി. അപ്പോൾ ആമി നീ നോക്ക്, എൻ്റെ ഭാര്യയെ പരിചയപ്പെട്ടല്ലോ, ഇത് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷയാണെന്ന് പറഞ്ഞു, ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹലോ ഹായ്, അല്ലെങ്കിലേ ആൻറ്റി എവിടെയെന്ന് ചോദിച്ചു. അവൾ അമർനാഥിലൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അല്ല ചേച്ചിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന് വർഷ അന്നേരം പറഞ്ഞു. അന്നേരം സച്ചി പരിചയപ്പെടാൻ ചെന്നപ്പോഴത്തേക്കും സച്ചി ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കോളാവെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരെന്താണെന്ന് അറിയാമല്ലോ, ഞാൻ നിങ്ങളുടെ അച്ഛമ്മയുടെ നാട്ടുകാരിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ്റെ കളിക്കൂട്ടുകാരിയാണ് എന്ന് ആമി ഇങ്ങനെ പറയുമ്പം ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ രേവതി. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചതെന്നും സ്കൂളിൽ പോകുന്നതും വരുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു എന്നും പിന്നെ ഞാൻ എവിടെയുണ്ടോ അവിടെ ഇവനും ഉണ്ടായിരുന്നെന്ന കാര്യമൊക്കെ പറയപ്പോൾ രേവതിക്ക് ചെറിയൊരു കുശുമ്പ്. അപ്പം ഇവൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്ന് ഉറങ്ങുമ്പോൾ മാത്രമാണ് ഞങ്ങൾ 2 വീടുകളിൽ 2 മുറികളിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സമയവും
ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാടാന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പറയുക, ഞങ്ങളുടെ കഥകളെ പറഞ്ഞാലും തീരുന്നതല്ല, അത്രയ്ക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ആമി പറയുക. അതൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞു തരാം കേട്ടോ, ഞാനെന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞു, നമുക്ക് പൊളിക്കാമെന്നേ എന്നൊക്കെ പറയണു. എടാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ സച്ചിയുടെ മെക്കിട്ട് കയറും. ഈ ആമി ഇച്ചിരി ഓവറാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാ എന്നും പറഞ്ഞ് രേവതി അങ്ങ് വിളിച്ചു. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് രേവതിക്ക് പെട്ടെന്ന് ബുദ്ധി ഉദിച്ചു, കാലിന് വേദനയാന്ന് പറയാനായിട്ട്. എൻ്റെ കാല് വല്ലാണ്ട് വേദനിക്കുന്നു, എന്നെ ഒന്ന് മുറി കൊണ്ടുവരുത്താവോ എന്ന് രേവതി ചോദിക്കുമ്പം അതിനെന്താ ഞാൻ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞ് ആമി ചെല്ലുമ്പോൾ അയ്യോ വേണ്ട ബുദ്ധിമുട്ടുണ്ട്, സച്ചേട്ടൻ കൊണ്ടുപോയി ഇരുത്തിക്കോളൂ എന്ന് പറഞ്ഞു. ചെല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ രേവതിയുടെ അടുത്തേക്ക് സച്ചിയെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സച്ചി ചോദിച്ചു, നല്ല വേദനയുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ? ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, മെഡിസിൻ ഇവിടെ ഉണ്ടല്ലോ, അത് കഴിച്ചാൽ മാറിക്കോളൂ എന്നും പറഞ്ഞു രേവതി പറയും. എന്നെ കൊണ്ട് മുറിയിലൊന്നും ഇരുത്തിയാൽ മാത്രം മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അമ്മി ഞാനിപ്പോൾ വരാൻ കേട്ടോ അമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് രേവതിയും കൊണ്ട് മുറിയിലേക്ക് പോയി. ഇന്ന് സച്ചിക്ക് സുഖമാണ്, അപ്പോൾ സൂക്ഷിച്ച് പോകണം കേട്ടോ മോളെ എന്ന് അച്ഛൻ പറയുമ്പോൾ എന്നും പറഞ്ഞു രേവതി അങ്ങ് പോയി. ആ സമയത്ത് അമ്മി അല്ല വർഷം പ്ലാസ്റ്റർ എടുക്കാൻ ഇനി എത്ര നാൾ എടുക്കുമെന്ന് ചോദിച്ചപ്പം 6 ആഴ്ചയെന്നാണ് പറഞ്ഞു. അല്ല മോളെ താമസിക്കാൻ ഡ്രസ്സ് വല്ലതും കൊണ്ടുവന്നോന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ വർഷം പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ആമി എടുക്കാൻ പോവാം. അല്ല പക്ഷേ ഒരു കാലിപ്പെട്ടി പോലും എടുക്കാത്ത ആളാണല്ലോ നീ. അപ്പോൾ അതേ എനിക്ക് ആളെ നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്കിൾ, ഷീസ് വെരി സ്മാർട്ട് എന്നും പറഞ്ഞ് നമ്മുടെ വർഷ പറയുക. അപ്പോൾ കാനഡയിലാണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും ആ പഴയ ആമിക്കുട്ടി തന്നെയാണെന്ന് അച്ഛൻ ഇങ്ങനെ പറയുക കേട്ടോ. സച്ചി നേരത്തേനും വെള്ളവും മരുന്നൊക്കെ എടുത്ത് രേവതിക്ക് കൊടുക്കുക. അപ്പോൾ വേണ്ട മരുന്നൊന്നും വേണ്ട എനിക്കിന്ന് രേവതി പറഞ്ഞു. മരുന്ന് വേണ്ടെന്നോ? അതെന്താ മരുന്ന് കഴിക്കാതെ എങ്ങനെ അതിൻ്റെ വേദന മാറുന്നു എന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു. എനിക്ക് കാലുവേദനയൊന്നുമില്ല എന്ന് രേവതി പറയുക. നീ അല്ലേ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ രേവതി, അപ്പോൾ അത് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് രേവതി പറഞ്ഞു. എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞേ? എന്താ ഞാൻ ഇപ്പോൾ കള്ളം പറഞ്ഞാൽ കുഴപ്പം? ഇങ്ങനെ ഒരു കളിക്കൂട്ടുകാരിയുള്ള കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നോ? പറയേണ്ട സാഹചര്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. കൊള്ളാം. ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കരുതെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് എപ്പോഴും പറയാറുള്ളത്. എന്നിട്ട് എന്താ ഈ രഹസ്യം മാത്രം നിങ്ങൾ എന്നോട് മറച്ചു വെച്ചതെന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക. രഹസ്യമോ? ഇതൊരു രഹസ്യമൊന്നുമല്ല രേവതി, അവൾ എൻ്റെ പഴയ കളിക്കൂട്ടുകാരി, അത്ര രഹസ്യമാക്കി വെക്കാൻ എന്താ? അത് ഈ വീട്ടിലെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതെനിക്ക് മനസ്സിലായി. എന്നാലും എന്നോട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയണമായിരുന്നു, പറഞ്ഞില്ല. ഒന്നിച്ച് കളിച്ച് വളർന്നു, പിന്നീട് അവൾ അവളുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ മറന്നേ പോയായിരുന്നു, അതാ നിന്നോട് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ അത് കള്ളമാണെന്ന് എനിക്കറിയാം. മറന്നു പോയത് കൊണ്ടാണോ അവൾ വന്നത്, ഇങ്ങോട്ട് ഓടി വന്നത്? നിങ്ങൾക്ക് കള്ളം പറയാം, എനിക്ക് കള്ളം പറഞ്ഞൂടാ അല്ലേന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ ഞാൻ കള്ളം പറഞ്ഞതൊന്നും അല്ലല്ലോ രേവതി, ഞാൻ അവളുടെ അടുത്തേക്കല്ലല്ലോ പോയത്, അവളെൻ്റെ അടുത്തേക്കല്ലേ വന്നതെന്ന് ചോദിച്ചു. അന്നേരം അത് അല്ല ഇവള് പണ്ടേ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കും. എങ്ങനെയാണോന്ന്? അല്ല ഇപ്പോൾ എണ്ണയിലിട്ട കടുക് പോലെയാണല്ലോ, ചെറുപ്പത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാ ചോദിച്ചതെന്ന് പറയുമ്പം എൻ്റെ പൊന്നോ, നാട്ടിലെ പെൺകുട്ടികളൊക്കെ വിദേശത്ത് പോയിട്ട് വരുമ്പോഴേ ഓരോ സ്വഭാവം കോലം എല്ലാം മാറുമെന്നൊക്കെ പറഞ്ഞു. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ഇപ്പം അങ്ങ് മുതിർന്നില്ലേ, പിന്നെ ഇതിന് അവളെ കൂടെ ഇങ്ങനെ തുള്ളുന്നു എന്നൊക്കെ രേവതി ദേഷ്യത്തോടെ ചോദിക്കുക. ഞാൻ എൻ്റെ കൂടെ കളിച്ച് വളർന്നവരെ കണ്ടല്ലോ, ഓടിപ്പോയി കെട്ടിപ്പിടിക്കും ഒന്നുമില്ല, ഒന്ന് കൈ കൊടുക്കും അത്ര തന്നെയെന്ന് പറഞ്ഞു രേവതി പറയാം. അപ്പം സച്ചിക്ക് മനസ്സിലായി കുശുമ്പ് കയറിയിട്ടാണെന്ന്. അവൾ കാണിക്കുന്ന കാട്ടാൻ കണ്ടപ്പോൾ എനിക്ക് ഷോക്കായിപ്പോൾ. അവൾ എന്തൊക്കെയാ കാണിച്ചതോ? അല്ല സച്ചേട്ടാ, നിങ്ങൾ അവളുടെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ? അല്ല എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിരുന്നല്ലോ, പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ നിങ്ങൾ നാടൻ തല്ല് വിദഗ്ധനാണല്ലോ, നിങ്ങളെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ അടി കൊള്ളാതെ ഒഴിഞ്ഞു മാറാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, പിന്നെ എന്താ ഇതറിയാണ്ട് പോയതെന്നൊക്കെ ചോദിച്ചു രേവതി ദേഷ്യപ്പെടുന്നത്. ഇവിടെ ആ അടവ് നിങ്ങൾക്ക് എടുക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് എടുത്തില്ല? ഒഴിഞ്ഞു മാറി പോകാതിരുന്നു എന്താണെന്നൊക്കെ ചോദിക്കുമ്പം പെട്ടെന്ന് അടവ് മറന്നു പോയെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു. മറക്കും, നിങ്ങളെല്ലാം മറക്കും, ഇത് തല്ലാൻ വന്നതല്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ രേവതി പറയുക കേട്ടോ. അല്ല അവൾ എത്ര ദിവസം ഇവിടെ താമസിക്കും, എപ്പം മടങ്ങിപ്പോകും, വല്ല ഊഹം പോഹം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു സച്ചി. എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. അപ്പം സച്ചിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. രേവതി ഒരുമാതിരി എന്തോ ഒക്കെ ആയിരുന്നു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് പൊക്കോ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിക്ക് ഒരു പേടി രേവതി. അപ്പോൾ അതൊക്കെ സച്ചി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് രേവതി ഒരു ചിരിയൊക്കെ ചിരിച്ചു. പിന്നെ ശ്രീകാന്തും അച്ഛനും കൂടി ചേർന്ന് റൂം റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ വന്ന് ആമിക്ക് ഇപ്പോൾ രേവതിയുടെ കാര്യം സച്ചി വന്ന് ചോദിച്ചു. ഹാളിലോ ടെറസിലോ കിടക്കണമെന്ന് ഈ അവസ്ഥയിൽ അവളോട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എടാ അതിന് നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, ആമി ഈ മുറി ഉപയോഗിച്ചോട്ടെടാ എന്ന് അച്ഛൻ പറഞ്ഞു. അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ മുറിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നീറ്റാക്കിക്കൊണ്ടിരിക്കില്ല, അപ്പോഴാണ് അവൻ്റെ ഒരു ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു. അല്ലാടെ ശ്രീകാന്തേ? അല്ലാണ്ട് പിന്നെയെന്നും പറഞ്ഞു ശ്രീകാന്തും പറഞ്ഞു.
അപ്പം എല്ലാം സെറ്റാക്കി കൊടുത്തു. അവളൊരു മുന്നറിയിപ്പും തരാതെ എൻ്റെ അല്ലേടാ വന്നത്, മുറി ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു, ഞങ്ങളത് അടിപൊളിയാക്കി വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞു അച്ഛൻ. അല്ല, വർഷം ഓരോന്ന് സംസാരിച്ച് തന്ത്രപൂർവ്വം ചേച്ചി അവിടെ പിടിച്ചിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞു. മുറി വൃത്തിയാക്കാനുള്ള ടൈം വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം അത് ശരിയാവില്ല അച്ഛാന്ന് പറഞ്ഞു. അവൾക്ക് ഈ മുറി കൊടുത്താൽ അച്ഛൻ പിന്നെ ഇവിടെ കിടക്കുമെന്ന് ചോദിച്ചു. അന്നേരം എടാ ഞാൻ ആ സോഫയിൽ കിടക്കും, എനിക്കത് മതിയടാന്ന് പറയും. അയ്യോ അതൊന്നും വേണ്ട, ഒന്നും ശരിയാവത്തില്ല, ഞാൻ രേവതിയോട് സംസാരിച്ചോളാം, ആമയ്ക്ക് ആ റൂം തന്നെ കൊടുക്കാം, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ വീക്കാൻ വെച്ചിരും കേട്ടോ ഇറക്കാം. നീ എന്തായി പറയുന്നത്? കാല് വേഗത്തെ രേവതി ടെറസിലോ ഹാളിലോ എല്ലാം കിടത്താൻ പറ്റൂടാ? ഞങ്ങളുടെ മുറി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അച്ഛൻ കേട്ടില്ല എന്ന് പറഞ്ഞു. എടാ വർഷം ടെറസിലോ ഹാളിലോ കിടക്കുന്ന പറഞ്ഞാൽ അവളുടെ അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരും, അവളുടെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു അച്ഛൻ. അച്ഛൻ അത് എടാ അവൾ ഈ മുറി തന്നെ കിടക്കട്ടെ, ഇനി അതിനെപ്പറ്റി ഒരു സംസാരം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷ ആമിയെയും കൂട്ടി റൂമിലേക്ക് വന്നു. ആ വായ ചേച്ചിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്ന് ആമി ചോദിക്കുമ്പോൾ അയ്യോ ഗൂഢാലോചനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇതാട്ടോ ചേച്ചിയുടെ റൂം, വാവ് സൂപ്പർ റൂമാണെന്നൊക്കെ ആമി ഇങ്ങനെ പറഞ്ഞപ്പോൾ മോളൊന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ, ക്ഷീണമൊക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി പോരുമോ. ആ സമയത്ത് നീ പോവാണോ സച്ചി, നമുക്കൊന്ന് സംസാരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ ഫ്രഷ് ആകുക, സംസാരിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഒന്ന് സച്ചി പറയാം, തൽക്കാലം നീ വിശ്രമിക്കാൻ പറഞ്ഞു. അന്നേരം ആഹാ വിശ്രമിക്കാനോ, ഞാനോ? എടാ എത്ര വർഷമായിടാ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട്, ഇത്രയും വർഷത്തെ കഥകളൊക്കെ എനിക്ക് നിന്നെ പറയാനില്ലേടാ. എടാ ഞാനത് ഇപ്പം പറഞ്ഞു തുടങ്ങിയാലേ പോകുന്നേ മുന്നെങ്കിലും തീരുള്ളൂ എന്നൊക്കെ ആമി പറഞ്ഞു. സച്ചി പിടിച്ചു വയ്ക്കാം. അപ്പോൾ ഓ നീ ഒന്ന് ഫ്രഷ് ആകാൻ പറയുമ്പോൾ നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലല്ലേ? എനിക്ക് മനസ്സിലായി, സാരമില്ല, ഞാനിപ്പോൾ തന്നെ അങ്ങ് പോയിക്കോളാമെന്നൊക്കെ ആമി. എന്നാൽ നീ പോയിക്കോളാൻ പറഞ്ഞു സച്ചി. അമ്പടാന്നും പറഞ്ഞുകൊണ്ട് ആമി നമ്മുടെ സച്ചിയെ പിടിച്ചങ്ങ് ഇക്കിള് കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരുന്ന് ഓരോന്നും അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നീ എല്ലാ കാര്യങ്ങളും ചെയ്താണല്ലോ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാണല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇരുന്ന് അരിയുന്നതെന്ന് ചോദിച്ചു. വർഷം അങ്ങോട്ടേക്ക് ചെന്നു. അല്ല ഗസ്റ്റൊക്കെ വന്നതല്ലേ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. എടി നോക്കി നിൽക്കാതെ എന്നെ സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ വർഷയും സഹായിക്കാം. അപ്പോൾ ഞാനും ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് വർഷ പറയുമ്പോൾ എന്താ നീ പഠിച്ചതെന്ന് ചോദിച്ചു. ഈ തീൻ മേശയിൽ എങ്ങനെ ഭക്ഷണം ഒരുക്കി വെക്കാമെന്നൊക്കെ ഞാൻ പഠിച്ചതെന്ന് വർഷ പറഞ്ഞു. ഓ അപ്പോൾ അത് ശരി, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചില്ല, ഭക്ഷണം ഒരുക്കി വെക്കാനാണ് നീ പഠിച്ചതല്ലേ? അതായത് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം തിന്നാനായിട്ട് മേശപ്പുറത്ത് ഒരുക്കി വെക്കുക അല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. കൊള്ളാലോ എന്നും പറഞ്ഞിരിക്കുമ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പഠിച്ചോളാമെന്നൊക്കെ വർഷ. നീ സോഷ്യൽ മീഡിയ നോക്കിയൊന്നും പഠിക്കേണ്ട, എൻ്റെ കൂടെ നിന്നാൽ എന്തിനാ ഞാൻ പഠിപ്പിക്കാനില്ല, ആദ്യം തന്നെ ദക്ഷിണ വെച്ചോളാനൊക്കെ പറഞ്ഞു. കനേഡിയൻ ഫുഡൊക്കെ കഴിച്ച പുള്ളിക്കാരി മടുത്തു കാണും, നമുക്ക് നല്ല നാടൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കറിക്കൊക്കെ അരിഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി സച്ചിയെ കൊണ്ട് കാല് തിരുമിക്കുക, വിരൽ തിരുമ, അവിടെ തിരുമ, ഇവിടെ തിരുമെന്നും പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ തന്നെ പിടിച്ച് ഞാൻ നിർത്തും എൻ്റെ സച്ചേട്ടനെ, അവൾക്ക് അങ്ങനെ മിണ്ടം വിട്ടു കൊടുക്കില്ല. മുറിയുടെ പുറത്തിറങ്ങി അവൾ നിങ്ങളെ തോല് പൊളിച്ചും കെടുക്കും. കുറേ പരിഷ്കാരികളെ രേവതി കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരെണ്ണത്തിന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്നൊക്കെ സച്ചിയുടെ മുന്നിൽ ഇരുന്ന് രേവതി ഇങ്ങനെ മനസ്സിലാലോചിച്ചു. പരിസരം പോലും മറന്നങ്ങനെ ഇരിക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കോട്ടെ. അപ്പോൾ രേവതിയുടെ ഫേസൊക്കെ മാറുന്നുണ്ട്. തടവ് സച്ചിയുടെ തടവുമ്പോൾ വേദനയ്ക്കും കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു. അപ്പോൾ അല്ല പെട്ടെന്ന് നിനക്കൊരു വേദന വരാനെന്ന് സച്ചി അന്നേരം ചോദിച്ചു കേട്ടോ. ചേട്ടാ സമയം നോക്കിയാണ് വേദന വരുന്നത്, വേദനയ്ക്ക് വരാൻ തോന്നി വേദന വന്നു, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല വേദന ഉണ്ടെന്ന് നിന്റെ മുഖം കണ്ടാൽ തോന്നുന്നില്ലല്ലോ എന്ന് സച്ചി അന്നേരം പറയാം. അപ്പം മുഖം കണ്ടാൽ വേദന തോന്നാൻ മുഖത്തല്ലല്ലോ വേദന, കാലിലല്ലേ? അല്ല നിന്റെ മുഖം കണ്ടാലേ നിനക്ക് കാലുവേദന ഉണ്ടെന്ന് പറയത്തേ ഇല്ല, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ വേദനയ്ക്കുന്നേന്നും പറഞ്ഞ് ഞാൻ ഓർക്കറിയാം, എന്താ അത് മതിയോ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അല്ല വേദനയ്ക്കുമ്പോൾ നീ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം കരയാനേ എനിക്ക് മനസ്സിലാവും, മുണ്ടോട്ട് തിരുമാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുമാം എന്നും പറഞ്ഞ് സച്ചി ഇരുന്ന് തിരുമാം. രണ്ടുപേരും കൂടി ഇങ്ങനെ തിരുമലും കഴിഞ്ഞ് സച്ചി ഏക്കാൻ നോക്കുമ്പോഴത്തേക്കും എവിടെ പോകണം, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്ല ഇങ്ങനെ മുറി തന്നെ ഇരിക്കുന്ന ബോറല്ലേ, പ്രത്യേകിച്ച് വീട്ടിലൊരാൾ വന്ന സ്ഥിതിക്ക് ഞാൻ അപ്പുറത്തോണ്ട് നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സച്ചി ഏക്കുമ്പോൾ വേണ്ട പോണ്ട, എങ്ങോട്ടും പോണ്ട, സച്ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. എന്താ രേവതി നിനക്ക്? അതെ കുറേ നാളായിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് തന്നെ. നെയിൽ പോളിഷ് ഞാനോ? സച്ചേട്ടൻ ഇട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു രേവതി സച്ചിയെ കൂടെ നെയിൽ പോളിഷ് ഇടിക്കുക. അല്ല ഈ പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന കാലിൽ നീ തന്നെ നെയിൽ പോളിഷ് ഇടുന്നത്, അത് ഒടിഞ്ഞ കാലിൽ നെയിൽ പോളിഷ് ഇടാൻ കൊണ്ടില്ലേ, കൊള്ളത്തില്ലേ, അങ്ങോട്ട് എന്നും പറഞ്ഞ് രേവതി ഇടിപ്പിക്കുക. അപ്പോഴാണ് ആമി അങ്ങോട്ടേക്ക് ഹലോ എന്നും പറഞ്ഞു വരുന്നത്. മുറിയിലും ഇരുത്തില്ലല്ലോ ഈ പിശാചെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ ഇരിക്കുക. ഹലോ ആമി നീ വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആമിയെ റൂമിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒരു ആടുചിരിയൊക്കെ ചിരിച്ച് അവിടെ ഇരിക്കുക. അപ്പോഴേക്കും കയ്യിലൊരു കവറൊക്കെ ആയിട്ട് ആമി വരുന്നത്. നീ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാമായിരുന്നോ? കൊള്ളാലോടാ, നീ ആളാകെ മാറിയല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആമി പറഞ്ഞു കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുക. രേവതി ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങോട്ട് വിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരുവോള്, ഭയങ്കര സാധനം തന്നെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ ഇരിക്കാം. അപ്പം ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ?
രേവതി ഒരു ചിരിച്ചു. അപ്പം അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അല്ല, ഇത് ഞാൻ എൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന കേട്ടോ, അല്ലാണ്ട് ശല്യമായിട്ട് വന്നല്ല എന്ന് പറഞ്ഞ് രേവതിക്ക് ആ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ രേവതി ആണെങ്കിൽ ഇങ്ങനെ മടിച്ചിരിക്കുക. മേടിക്കാൻ പറഞ്ഞു, മേടിച്ചു. സച്ചിക്കും കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് സച്ചേട്ടന് അത്ഭുത സിദ്ധിയുള്ള ആളാണോ, ഇതിനകത്ത് എന്താണെന്ന് ഊഹിച്ചെടുക്കാനെന്ന് രേവതി അന്നേരം ചോദിക്കാം ആമിയോട്. ഇവരെന്തൊക്കെ സിദ്ധി ഉണ്ടെന്ന് അറിയാവോ, രേവതി കുട്ടിക്ക് എന്തറിയാം എന്ന് ചോദിക്കാം. സച്ചി, നിനക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അത് തുറന്നു നോക്കുക. സച്ചി തുറന്നു നോക്കുന്നതിൻ്റെ ആകാംക്ഷയിൽ രേവതി ഇരിക്കുന്നു. അങ്ങനെ ആ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കണ്ട് നമ്മുടെ സച്ചി കുറേ നേരം പഴയ കാലത്തേക്ക് പോയി. രേവതി എന്താ സച്ചേട്ടാ അതെന്ന് ചോദിച്ചു. രേവതിയുടെ കയ്യിലേക്ക് സച്ചി അത് കൊടുത്തു. സച്ചി ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ പഴയ കാലത്തേക്ക് ഓടിപ്പോയെന്ന് സച്ചി കൂട്ടുകാരിയോട് പറയാം. ആമി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരാന്നറിയാമോ എന്നിങ്ങനെ നമ്മുടെ ആമി ചോദിക്കുക. അപ്പോൾ രേവതി വന്നേ വാ എന്ന് പറഞ്ഞു. അപ്പം ഫുഡ് കഴിക്കാം, നമുക്ക് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അയ്യോ സച്ചേട്ടാ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് രേവതി പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു ആമി. നിങ്ങൾ വന്നേടാന്ന് പറഞ്ഞ് സച്ചിയുടെ കൈയും പിടിച്ച് അവരങ്ങ് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഈ ഫോട്ടോയും കൈ പിടിച്ച് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.